ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണ വീണ്ടും വിശേഷം അറിയിച്ചു എന്ന വാർത്ത അറിയുന്നതോടുകൂടി തന്നെ കണ്ണൻ്റെ കയ്യും കാലും പിടിച്ചിട്ടായാലും വേണ്ടില്ല, ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തോന്നൽ പ്രതാപന് ശക്തമാകുന്നുണ്ട്. തുടർന്ന് കണ്ണൻ്റെ കയ്യും കാലും പിടിച്ചിട്ടൊന്നും ഒരു രക്ഷയും ഉണ്ടായില്ല എന്നും അവൻ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ കരുണമോളെയും പൂട്ടും എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണെന്നും ഏതായാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയി വന്നപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഈ സമയത്ത് മോൾ എത്രമാത്രം സന്തോഷിക്കേണ്ടതോ അതിന് പകരം കണ്ണീര് കുടിക്കാനാണ് കരുണമോളുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിഷമിക്കുന്നു. ഇനി കോടതിയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം എങ്കിൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നും മുത്തശ്ശി പറയുന്നു. അങ്ങനെ പോകാൻ നേരം മോൾ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും കുഞ്ഞിനെ കളയാം എന്നുള്ളൊരു തീരുമാനമൊന്നും എടുക്കരുത്. ചിലപ്പോൾ മോൾ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മോളോടും ക്ഷമിക്കാനും മതി എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ എനിക്ക് അക്കാര്യത്തിൽ വലിയ ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് മുത്തശ്ശി എന്തെങ്കിലും രക്ഷയുണ്ടോ എന്നെല്ലാം വക്കീലിനോട് ചോദിക്കുമ്പോൾ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് വാമനാണെന്ന് മൂന്നാമതൊരാൾക്ക് അറിയില്ല. അതുകൊണ്ട് കോടതിയിൽ കുറ്റം നിഷേധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വാമൻ്റെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാണ്. പക്ഷേ പ്രതാപൻ്റെ സ്ഥിതി അതല്ല. ആ മഹാലക്ഷ്മി എല്ലാത്തിനും സാക്ഷിയായിട്ട് അന്ന് പ്രതാപൻ്റെ കൂടെ ലോറിയിലുണ്ടായിരുന്നല്ലോ. അന്ന് പ്രതാപൻ ലോറി നിർത്തി അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏതായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ വക്കീൽ. തുടർന്ന് കോടതിയിൽ കെട്ടിവെക്കേണ്ട പൈസ റെഡിയാക്കണമെന്നും ഇനിയിപ്പോൾ ഈ കേസുമായിട്ട് കുറേ കാലം പുറകെ നടക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ കൂടുതൽ കരുതി വെക്കണമെന്നും വക്കീൽ പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞാലോ എന്നാണ് ആലോചിക്കുന്നതെന്ന് കരുണ പറയുമ്പോൾ മോളെ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ച് കളയല്ലേ എന്ന് മുത്തശ്ശി പറയുന്നതും ഇനിയിപ്പോൾ പ്രസവം വരെ പലതരത്തിലുള്ള ചിലവുകളും ഉണ്ടാകും. ലോകപിശുക്കനായിട്ടുള്ള എൻ്റെ ഭർത്താവ് ആ ചിലവുകളൊന്നും ഏറ്റെടുക്കില്ല എന്നും മാത്രമല്ല ഇനിയിപ്പോൾ കേസിൻ്റെ കാര്യത്തിനും ഒരുപാട് പൈസ ചിലവാവില്ലേ, അങ്ങനെയെല്ലാം തീർന്നു പോവില്ലേ എന്നെല്ലാം കരുണ പറയുമ്പോൾ പ്രതാപന് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും സ്വന്തമായിട്ട് വീടും സ്വർണ്ണമൊക്കെ ഉണ്ട്. ആ സ്വർണം വിറ്റാൽ തന്നെ കോടിക്കണക്കിന് രൂപ കിട്ടും. അതുകൊണ്ട് ഉണ്ണി മോളെ തള്ളിക്കളഞ്ഞാലും മുത്തശ്ശി മോളെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ശേഷം നാളെ മീഡിയാസിലെല്ലാം ഈ വാർത്ത വരും. അതുകൊണ്ട് തന്നെ കണ്ണനൊന്നും പറഞ്ഞില്ലെങ്കിലും ഉണ്ണിയേട്ടനും അമ്മയൊക്കെ എല്ലാം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും വിഷമിക്കുമ്പോൾ അത് ഒരു കണക്കിന് നല്ലതാണെന്നും പിന്നെ മോളെ കൊണ്ട് ആരും അടിമപ്പണിയൊന്നും ചെയ്യിക്കാൻ വരില്ലല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ അതല്ല പേടിക്കേണ്ടത്. മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോളെ ആ കണ്ണൻ വെറുതെ വിടില്ല. പക്ഷെ അതിൻ്റെ കൂടെ ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോകണേ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്തായാലും ഹോസ്പിറ്റലിലെ കാര്യം എന്താണെന്നൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് കരുണ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി രക്ഷപ്പെട്ടാലും അവളുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകില്ല. അത്രയ്ക്ക് വലിയ വീഴ്ചയല്ലേ അവൾ വീണിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതാപനെ കണ്ണൻ കുരുക്കിയത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. തുടർന്ന് നാളെ ഇനി അച്ഛന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും മുത്തശ്ശി? അച്ഛനെ വീണ്ടും റിമാൻഡ് ചെയ്യില്ലേ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ പരമാവധി ശ്രമിക്കാമെന്നല്ലേ വക്കീൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് മനസ്സ് തളർന്നാൽ പിന്നെ കണ്ണനും അനന്തുവൊന്നും ഇതിൻ്റെ പുറകെ പോവില്ല. അതിനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരുണയെ സമാധാനിപ്പിക്കുന്നു. ഏതായാലും മോളിപ്പോൾ മനസ്സൊന്നും വിഷമിപ്പിക്കരുത്, കുഞ്ഞിനെ കളയുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കരുത് പോലും ചെയ്യരുത് എന്ന് മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് കാണിക്കുന്നത് മഹിയെ സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണനും മോഹിനിയെല്ലാം നെഞ്ചിടിപ്പോടുകൂടി പുറത്തിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ് എന്നുള്ള മട്ടിൽ സിസ്റ്റേഴ്സ് പരക്കം പാകുകയും അതുപോലെ തന്നെ അവർ പരസ്പരം എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യെല്ലാം കാണുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഉടനെ തന്നെ കണ്ണൻ ചെന്ന് സിസ്റ്ററിനോട് മഹാലക്ഷ്മി കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ സിസ്റ്റർ. അപ്പോൾ അത് കേൾക്കുന്നതോടുകൂടി തന്നെ കണ്ണൻ്റെ ആ ഒരു ആദി ഇരട്ടിക്കുന്നുണ്ട്. ഇതേ സമയം മഞ്ജുവും ലേഖയാണെങ്കിൽ അമ്പലത്തിൽ പോയി മഹിക്കുള്ള അർച്ചനയും വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നുണ്ട്. തുടർന്ന് മഞ്ജു അമ്പലത്തിലെ പ്രസാദം കണ്ണൻ്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുന്നു. എന്നിട്ട് ഏട്ടത്തിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല മോളെ, അവരുടെ പരിഭ്രമമൊക്കെ കാണുമ്പോൾ അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലൊരു തോന്നലെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി കരയുന്നു. മഹിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമ്പലത്തിൽ പ്രത്യേക പൂജയും വഴിപാടൊക്കെ നടത്തിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. എൻ്റെ മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അക്കരുണ എന്ന് പറയുന്നവളെ ഞാൻ വെറുതെ വിടില്ല. കുഞ്ഞിനെയും പ്രസവിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല. അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നാളെ ഏത് വക്കീൽ വിചാരിച്ചാലും അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങില്ല എന്നും കണ്ണൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്.
അങ്ങനെ അവർ മഹിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ അവിടെ കാത്തിരിക്കുന്നു. ഇതേ സമയം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണുന്നതും എന്തായി മഹിക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്നെല്ലാം കണ്ണോട് ചെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരുടെയെങ്കിലും ഒരാളുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഉറപ്പ് തരാൻ കഴിയൂ. കാരണം മഹാലക്ഷ്മിയുടെ ബോഡി അത്രയ്ക്ക് വീക്കാണ്, അത്രയ്ക്ക് വലിയ വീഴ്ചയല്ലേ ആ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നെല്ലാം ഡോക്ടർ പറയുന്നത് കേട്ട് തകർന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ. എങ്ങനെയെങ്കിലും എൻ്റെ മഹിയെയും കുഞ്ഞിനെയും തിരികെ തരണം ഡോക്ടർ എന്ന് കണ്ണൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഏതായാലും മഹാലക്ഷ്മിയുടെ സർജറി തുടങ്ങാൻ പോവുകയാണെന്നും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്നും ഡോക്ടർ പറയുന്നു. ഇതേ സമയം തോമസ് സാറും വരുന്നുണ്ട്. എന്തായി കണ്ണ, മഹാലക്ഷ്മിക്ക് കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല സാർ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആണ്. രണ്ടുപേരെയും രക്ഷപ്പെടുത്തുക എന്നൊരു കാര്യത്തിൽ ഡോക്ടർ ഒരു ഉറപ്പും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞല്ല. കൊടിയ വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും ആ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമില്ലാതായി പോകും. ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും മോഹിനിയെയും മഞ്ജുവിനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ തോമസ് സാറ്. അങ്ങനെ മഹാലക്ഷ്മിയുടെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇനി ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നും ഇല്ലെന്നും നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്നും ഡോക്ടർ മറ്റുള്ള ഡോക്ടേഴ്സിനോടായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മാർക്കോയും സിദ്ധിയായിട്ടുള്ള അമ്മയാണെങ്കിലും മഹാലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ്. അങ്ങനെ സർജറി നടക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ വയറ്റിലേക്ക് ഒരു ദിവ്യ തേജസ് പ്രവേശിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ മഹിയുടെ കാര്യത്തിൽ ഡോക്ടറെ പോലും അമ്പരപ്പിക്കുന്ന വലിയൊരു അത്ഭുതം തന്നെയാണ് ഉണ്ടാകുന്നത്. കുഞ്ഞിനെ സേഫായിട്ട് തന്നെ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല മഹാലക്ഷ്മിയും ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും മാറ്റം ഉണ്ടാകുന്നുണ്ട് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ. അതായത് വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതേ സമയം പുറത്ത് കണ്ണനും മോഹിനിയും മഞ്ജുവും ലേഖയും എല്ലാം ഇങ്ങനെ നെഞ്ചിടിപ്പോടു കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് വരുന്നത് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്നുണ്ട് കേട്ടോ കണ്ണൻ സന്തോഷത്തോടു കൂടി. ഇതേ സമയം തന്നെ മഹിക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ണൻ ടെൻഷനോടെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കരുതൽ തന്നെയാണ് മഹാലക്ഷ്മിയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം അമ്മയെയും കുഞ്ഞിനെയും രണ്ടുപേരെയും ഒരുമിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സർജറിക്ക് തൊട്ട് മുൻപ് വരെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ വലിയൊരു അത്ഭുതം തന്നെയാണ് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, അതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയും സേഫാണ്, ഇനി ഒന്നും പേടിക്കാനില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അത് കേൾക്കുന്നതോടുകൂടി തന്നെ കണ്ണനും മോഹിനിയും മഞ്ജുവും ലേഖയും എല്ലാം മനസ്സ് നിറഞ്ഞ് തന്നെ സന്തോഷിക്കുന്നുണ്ട്. തുടർന്ന് കണ്ണനാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മിയെ പോലെ തന്നെ ഒരു തങ്കക്കുടം തന്നെയാണ് കണ്ണന് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ 2-3 ദിവസത്തെ ടെൻഷനുകൾക്കൊടുവിൽ കുഞ്ഞിനോടൊപ്പം മഹാലക്ഷ്മിയും സേഫാണ് എന്നുള്ളൊരു വാർത്ത മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെ ആകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും വാമനെയും ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മീഡിയാസ് എല്ലാം അവരുടെ ചുറ്റും കൂടുന്നുണ്ട്. അതോടുകൂടി തന്നെ ഈ ഒരു വാർത്ത TV-യിൽ ലൈവായിട്ട് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ ന്യൂസിൽ നിന്നും ഉണ്ണിയും ദുർഗയെല്ലാം സത്യങ്ങളെല്ലാം അറിയുന്നു. അതുമാത്രമല്ല കോടതിയിലെത്തിക്കുന്ന പ്രതാപനെയും വാമനെയും കൈകാര്യം ചെയ്യാനായിട്ട് മാർക്കോയും അവിടെ വരുന്നുണ്ട്, നല്ല സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്